നാളെയാണ് സിനിമാ ലോകം കാത്തിരുന്ന ആ ദിവസം. ആദ്യ ദിനം 100 കോടി നേടാൻ ഒരുങ്ങി വിജയുടെ ജനനായകൻ എത്തുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയന്റെ അവസാന ചിത്രം ഇതിനകം അഡ്വാൻസ് ബുക്കിംഗിലൂടെ മാത്രം കോടികളാണ് നേടുന്നത്. തന്റെ സജീവമായ രാഷ്ട്രീയ പ്രവേശനത്തിന് മുമ്പ് തെന്നിന്ത്യൻ സൂപ്പർ താരം വിജയ് അവസാനമായി അഭിനയിച്ച ജനനായകൻ ഒടുവിൽ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. നാളെയാണ് റിലീസ് ചെയ്യുന്നത്. ചിത്രത്തിന്റെ കേരളത്തിലെ ആദ്യ ഷോ രാവിലെ 6 മണിക്ക് ആരംഭിക്കും. ആദ്യ ദിനം തന്നെ വമ്പൻ കളക്ഷൻ സിനിമയ്ക്ക് കേരളത്തിൽ നിന്നടക്കം നേടാനാകുമെന്നാണ് കണക്കുകൂട്ടൽ. വിജയുടെ സിനിമാ ജീവിതത്തിലെ അവസാന ചിത്രമായ ജനനായകൻ നിരവധി വെല്ലുവിളികൾ നേരിട്ടതിന് പിന്നാലെയാണ് ഇപ്പോൾ റിലീസിനെത്തുന്നത്. വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രിയായതിനു ശേഷമുള്ള റിലീസായതിനാൽ തന്നെ തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കാനാണ് ആരാധകർ ലക്ഷ്യമിടുന്നത്. ഏറെ പ്രതീക്ഷയോടെയാണ് ഇവർ കാത്തിരിക്കുന്നത്. 380 കോടി രൂപ ബജറ്റിലാണ് ചിത്രം ഒരുങ്ങുന്നത്. അതിനാൽ തന്നെ ബോക്സ് ഓഫീസിൽ ചിത്രം എത്ര കോടി നേടുമെന്ന് തന്നെയാണ് ഇതിലെ പ്രധാനപ്പെട്ടത്. എന്തായാലും ചിത്രം കളറാക്കുമെന്നുറപ്പാണ്. എന്നാൽ ഇപ്പോൾ സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം. അതേസമയം സോഷ്യൽ മീഡിയ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് വിജയ് എന്ന സൂപ്പർ സ്റ്റാറിന്റെയും മുഖ്യമന്ത്രിയുടെയും ആരോഗ്യ രഹസ്യമാണ്. അതെ, തമിഴ്നാട് മുഖ്യമന്ത്രിയും സൂപ്പർ താരവുമായ വിജയ് എന്നും തന്റെ ഫിറ്റ്നസും എനർജിയും എപ്പോഴും കാത്തു സൂക്ഷിക്കുന്നതിൽ വലിയ ശ്രദ്ധ പുലർത്തുന്ന വ്യക്തിയാണ്. എന്നാൽ എല്ലാ സൂപ്പർ താരങ്ങളെയും പോലെയും കടുത്ത വ്യായാമങ്ങൾക്കോ ഡയറ്റുകൾക്കോ മുഖ്യമന്ത്രി വിജയ് നിൽക്കാറില്ല. അല്ല, സമയമില്ല എന്ന് വേണമെങ്കിൽ പറയാം. 52-കാരനായ വിജയുടെ ദൈനംദിന പ്രവർത്തികൾ വളരെ വ്യത്യസ്തമാണ്. വിജയ് പിന്തുടരുന്നത് വീട്ടിലുണ്ടാക്കുന്ന ലളിതമായ ഭക്ഷണ രീതിയാണ്. അതിൽ തന്റെ ഡയറ്റിൽ കടൽ മത്സ്യങ്ങൾ കൂടുതലായി ഉൾപ്പെടുത്തിയാണ് കഴിക്കാറുള്ളത്. അതിൽ ശരിക്കും വലിയ അളവിൽ പ്രോട്ടീനും പോഷകങ്ങളും അടങ്ങിയതാണ്. ഉച്ചഭക്ഷണത്തിലാകട്ടെ ചോറിന് പച്ചക്കറികളും വേവിച്ച കോഴിയിറച്ചിയോ അല്ലെങ്കിൽ മീനോ ആണ് പ്രധാനമായും കഴിക്കുന്നത്. ഇവിടുത്തെ മെനുവിൽ എണ്ണയിൽ പൊരിച്ച വിഭവങ്ങൾക്ക് വിലക്കാണ്. അതിനു പകരം പേശികളുടെ കരുത്ത് നിലനിർത്താൻ മീൻ വിഭവങ്ങൾ കഴിക്കും. ഒപ്പം ശരീരഭാരം കൂടാതെ ഇത്തരം ആഹാര രീതി സഹായിക്കുമെന്നാണ് പറയുന്നത്. അതിൽ ഭക്ഷണത്തിൽ മിക്കപ്പോഴും സാൽമൺ മത്സ്യം ഉണ്ടാകും. ഈ മീനിൽ ഒമേഗ 3 ഫാറ്റി ആസിഡുകളുടെ ഏറ്റവും സമ്പന്നമായ പ്രകൃതിദത്ത സ്രോതസ്സുകൾ നിറഞ്ഞതാണ്. മാത്രമല്ല, കൃത്യമായ ആഹാര രീതിയിലൂടെ ആരോഗ്യകരമായ കൊഴുപ്പുകൾ ഹൃദയാരോഗ്യത്തെ ശക്തിപ്പെടുത്തുകയും വീക്കം കുറയ്ക്കാനും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ വരാനുള്ള സാധ്യത ഒരു പരിധിവരെ ഒഴിവാക്കാനും സഹായിക്കും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.